ആകാശവാണി. നമസ്കാരം. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ 100-ലധികം ഭീകരരെ വധിച്ചതായി ഇന്ത്യൻ സൈന്യത്തിന്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്. IC-814 വിമാനം തട്ടിയെടുത്ത സംഭവത്തിനും പുൽവാമ സ്ഫോടനത്തിനും ഉൾപ്പെട്ട യൂസഫ് അസർ, അബ്ദുൾ മാലിക് റൌഫ്, മുദാസിർ അഹമ്മദ് തുടങ്ങിയ ഭീകരരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഭീകരതയ്ക്ക് നേതൃത്വം നൽകുന്നവർക്കും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നവർക്കും തക്കതായ ശിക്ഷ നടപ്പാക്കാനും ഭീകര അടിസ്ഥാന സൌകര്യങ്ങൾ നശിപ്പിക്കാനുമാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്ന് DGMO ഇന്നലെ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിർത്തിയിലെ വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് ഇന്ന് പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തും. പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സൈനിക കമാൻഡർമാർക്ക് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ടെന്നും DGMO വ്യക്തമാക്കി. We also decided to further speak on the 12th of May at 1200 hours to discuss the modalities that would enable the longevity of this understanding. മെയ് 7-നും 10-നും ഇടയിൽ നിയന്ത്രണ രേഖയിലുണ്ടായ വെടിവയ്പിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഏകദേശം 35 മുതൽ 40 വരെ സൈനികരെ നഷ്ടപ്പെട്ടതായി DGMO പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ വീരമൃത്യു വരിച്ച ഇന്ത്യയുടെ 5 സൈനികർക്കും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട സാധാരണക്കാർക്കും ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പാകിസ്ഥാൻ വിമാനങ്ങൾ അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്നത് ഇന്ത്യൻ സൈന്യം തടഞ്ഞതായി വ്യോമസേന ഡയറക്ടർ ജനറൽ എയർ മാർഷൽ AK ഭാരതി. ബഹാവൽപൂരിലെയും മുറീദ് കെയിലെയും കുപ്രസിദ്ധ തീവ്രവാദ പരിശീലന ക്യാമ്പുകളാണ് ഇന്ത്യൻ വ്യോമസേന ലക്ഷ്യമിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം മെയ് 7-ന് വൈകുന്നേരം ജനവാസ മേഖലയും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ച് പറന്ന പാകിസ്ഥാൻ ഡ്രോണുകൾ വിജയകരമായി തടഞ്ഞതായും എയർ മാർഷൽ AK ഭാരതി വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ആക്രമണം അനുവദിക്കില്ലെന്ന വ്യക്തമായ സന്ദേശം പാകിസ്ഥാന് നൽകിയതായി അദ്ദേഹം പറഞ്ഞു. അതിർത്തി മേഖലയിൽ കനത്ത ജാഗ്രത തുടർന്ന് സൈന്യം. വെടിനിർത്തൽ, വ്യോമാതിർത്തി ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സുരക്ഷാ സാഹചര്യം അവലോകനം ചെയ്തു. വെടിനിർത്തൽ ലംഘനം നേരിടാൻ കരസേനാ കമാൻഡർമാർക്ക് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു. അജ്ഞാതമായ സ്ഫോടക വസ്തുക്കൾ കണ്ടാൽ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. എന്തെങ്കിലും അജ്ഞാത വസ്തുക്കൾ കണ്ടാൽ ഉടൻ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയിക്കണമെന്നും NDMA നിർദ്ദേശിച്ചു. ഭീകരവാദത്തിനെതിരായ രാജ്യത്തിന്റെ ഇച്ഛാശക്തിയുടെയും സൈനിക ശക്തിയുടെയും പ്രതീകമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ബ്രഹ്മോസ് എയ്റോസ്പേസ് സംയോജിത പരിശോധനാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തിനെതിരെ രാജ്യം സ്വീകരിക്കുന്ന നിലപാടുകൾ എല്ലാ കാലത്തും ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലക്ഷ്യം വെച്ചത്. സാധാരണ ജനങ്ങളെ ഒരിക്കലും ലക്ഷ്യം വച്ചിട്ടില്ലെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്ത് ലോക നേതാക്കൾ. യൂറോപ്യൻ യൂണിയനും ബ്രിട്ടൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും തീരുമാനത്തെ അഭിനന്ദിച്ചു. വെടിനിർത്തൽ ധാരണ തുടരണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു. ലോകമെങ്ങുമുള്ള സംഘർഷ മേഖലകളിൽ സമാധാനം പുലരട്ടെ എന്ന് പ്രത്യാശിച്ച് ലിയോ 14 മാർപ്പാപ്പ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ സന്തോഷമുണ്ടെന്നും ഉടൻ ശാശ്വത ഉടമ്പടിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മാർപ്പാപ്പ പറഞ്ഞു. യുക്രൈൻ ജനതയുടെ കഷ്ടപ്പാടിലും ഗസ മുനമ്പിലെ സംഘർഷങ്ങളിലും ദുഃഖിതനാണെന്ന് വത്തിക്കാനിൽ കുർബാനയ്ക്കു ശേഷം ആദ്യ അഭിസംബോധനയിൽ മാർപ്പാപ്പ വ്യക്തമാക്കി. ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായതായി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ അറിയിച്ചു. എന്നാൽ വ്യോമാതിർത്തിയുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാ നടപടികൾ ശക്തമായി തുടരും. ചില വിമാനങ്ങളുടെ സമയക്രമങ്ങളെ ഇത് ബാധിച്ചേക്കാമെന്നും സുരക്ഷാ പരിശോധനകൾ കൂടുതൽ സമയം എടുത്തേക്കുമെന്നും DIAL പ്രസ്താവനയിൽ പറഞ്ഞു. കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കാനും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാനും വിമാനത്താവള അധികൃതർ നിർദ്ദേശിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകൾ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന YouTube ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:45.